ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പെൻസിൽ പാൻറ്റിൽ പോക്കറ്റ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മുന്നേ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് സൈഡ് ഓപ്പൺ ഇല്ലാതെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സൈഡ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ട്, അതേപോലെ പോക്കറ്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, കുറച്ച് വൈഡായിട്ടുള്ള പോക്കറ്റാണ് വരുന്നത്. മീൻസ് അതിൻ്റെ വായ്ഭാഗം കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇത് കുറേ തവണ പലരും എന്നോട് സംശയം ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വാട്സപ്പ് ക്ലാസ്സിലുള്ളവരാണെങ്കിലും അല്ലാതെയൊക്കെ ഒരുപാട് ആളുകളൊക്കെ സംശയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ പോക്കറ്റുള്ള റെഡിമെയ്ഡ് പാൻറ്റുകൾ കിട്ടും, ജഗീനായിട്ടും സ്ട്രെച്ചബിൾ ക്ലോത്തിലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഈ ക്രോച്ച് ഏരിയൻ്റെ ലെങ്ത്തും വിടുത്തൊക്കെ കുറവുള്ളത് കൊണ്ട് നമ്മളെപ്പോലുള്ളവർക്കൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊന്ന് വീഡിയോ ആക്കി കാണിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 2 മീറ്റർ ക്ലോത്ത് വാങ്ങിയ തന്നെയായിരുന്നു. ഒരു ചുരിദാറിന് വേണ്ടിയിട്ട് വാങ്ങിയ അങ്ങനെ ചുരിദാർ ഇപ്പോൾ ചെയ്തിട്ടുള്ള പാൻറ്റ് മാത്രം ചെയ്യാണ്. അപ്പോൾ ഇതിന് മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 43 ഇഞ്ചാണ്. അതാണ് ഞാൻ പാൻറ്റിന് നീളമാക്കി എടുക്കുന്നത്. പിന്നെ പാൻറ്റിൻ്റെ വീതി വശം ഞാൻ 16 എടുത്തിട്ടുള്ളത്. 15 ഞാൻ നോർമലി എടുക്കാറ്. ഇപ്പോൾ സൈഡിൽ ഓപ്പൺ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോകുന്നത് കൊണ്ടാണ് 16 എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, തുണിയെ 4 ആക്കി മടക്കി നമ്മൾ സാധാരണ പെൻസിൽ പാറ്റേൺ പലാസോക്കൊക്കെ മടക്കിയിടുന്നത് പോലെ തന്നെയാണ് മടക്കിയിട്ടിട്ടുള്ളത്. താഴോട്ടേക്ക് 43 ഇഞ്ച് വീതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇറക്കം വേസ്റ്റിൻ്റെ അവിടെ മടക്കിയാലും താഴെ മടക്കിയാലും എല്ലാം കിട്ടും അത്. അപ്പോൾ അതേ 2 മീറ്റർ ക്ലോത്തിനെ മടക്കിയിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. ക്രോച്ചിന് നീളം ഞാൻ 16 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അവിടെ താഴോട്ടേക്ക് ഏറ്റവും താഴത്തെ വീതി നമുക്ക് വേണ്ടതിനനുസരിച്ച്, ചിലർക്ക് 8 മതിയാവും, ചിലർക്ക് 6.5 മതിയാവും. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും ആഡ് ചെയ്തിട്ടാണ് താഴത്തെ വീതി. ഞാനൊരു 8 ആണ് എടുത്തിട്ടുള്ളത്, അതാണ് ഞാൻ 8 എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ആ ഭാഗത്തിന് കട്ട് ചെയ്യുക. പെൻസിൽ പാൻറ്റിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ബിഗിനേഴ്സിന്. അപ്പോൾ ഈ ഭാഗം നമ്മൾ അളവ് പ്രകാരം കട്ട് ചെയ്തു. ഈ സൈഡ് ക്ലോസ് ആയിട്ടുള്ള സൈഡ് ഓപ്പൺ ആക്കിയും കൊടുത്തു കേട്ടോ. മനസ്സിലായില്ല? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ചോദിക്കാം കേട്ടോ. അതേപോലെ കമൻറ്റിലും ചോദിച്ചോളി. അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ അടയാളപ്പെടുത്തിയത് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല. അതാ ഇവിടെയാണ് നമ്മൾ പോക്കറ്റിന് കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് താഴോട്ടേക്ക് ഒരു 8 ഇഞ്ച് എടുത്തു. ഈ വശത്ത് ഒരു 3.5-4 ഇഞ്ചോളം എടുത്തു. എന്നിട്ട് ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യാണ്. പക്ഷെ നമ്മൾ മേലെ ബെൽറ്റിന് വേണ്ടിയിട്ട് ലൈൻ വരച്ചിട്ടില്ലേ, ആ ലൈൻ താഴോട്ടേക്ക് ആണ് കേട്ടോ 8 ഇഞ്ച് എടുത്തിട്ടുള്ളത്. മേലോട്ടേക്കുള്ളത് കൂട്ടിയിട്ടല്ല 8 ഇഞ്ച് എടുക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് കുറഞ്ഞു പോകും, പോക്കറ്റ് ശരിയാവില്ല. ആ ബെൽറ്റിനുള്ള ഭാഗം വിട്ടിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് തന്നെ 8 ഇഞ്ച് എടുക്കണം. ഈ ബെൽറ്റ് നിങ്ങൾ മടക്കി പോകുമ്പോൾ കയറി വരുമല്ലോ, അപ്പോൾ അതുണ്ടാവില്ല. ഇനി പോക്കറ്റിന് വേണ്ടിയുള്ള പീസ് ഒരു 9 ഇഞ്ച് വീതിയും 14 ഇഞ്ച് നീളത്തിലുമാണ് ഞാൻ പീസ് എടുത്തിട്ടുള്ളത്. ആ പീസിനെ കണ്ടില്ല, ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത്, കട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നത് മാത്രം. അങ്ങനത്തെ 2 പീസാണ് നമുക്ക് വേണ്ടത് പോക്കറ്റ് വെക്കാനുള്ളത്. ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ, മറ്റേ പീസിനെ നമ്മൾ പോക്കറ്റിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത പോലെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. മനസ്സിലായില്ലേ? ഈ പീസാണ് നമ്മൾ നല്ല വശത്ത് ആദ്യം വെച്ച് തയ്ക്കുക. അപ്പോൾ ആ പീസിന് നല്ല വശത്ത്, അതായത് പാൻറ്റിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ വെച്ച് തയ്യൽ തുമ്പ് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഇങ്ങോട്ടേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് പതിച്ച് കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്ന് പതിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുമ്പോൾ ആദ്യം ഇതിൻ്റെ ക്രോച്ച് ഭാഗം, ഫ്രണ്ടിൻ്റെ 2 ഭാഗം കൂടി ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നമ്മൾ പോക്കറ്റ് നല്ല വശത്ത് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല വശത്ത് വെച്ച് ആ എൻ്റെ മുതൽ 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് അവിടെ പതിച്ചും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം പോക്കറ്റിൻ്റെ ആ ഭാഗം അവിടെ റെഡിയായി. ഇനി പോക്കറ്റിന് 2 പീസ് വേണ്ടേ? 2 പീസ് എടുത്തില്ലേ? ആ 2ാമത്തെ പീസിന് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഈ ഒരു കോർണർ ചെയ്ത് ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഭാഗത്ത് മൊത്തത്തിൽ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം മാത്രമേ ചെയ്യാവൂ, മേലെയും ചെയ്യണ്ട, ഈ ചെരിഞ്ഞിട്ടുള്ള ഈ ഭാഷയും ചെയ്യണ്ട. ഇവിടെ ചെയ്യരുത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതെ, ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം തയ്യൽ തുമ്പ് എടുത്തിട്ട് ഉൾവശത്തേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഈ തുണി കണ്ട നൂലിങ്ങനെ വരുന്ന ടൈപ്പ് തുണിയാണ്. അപ്പോൾ ആ നൂല് വരുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അത് ഡ്രസ്സ് എപ്പോഴും എല്ലാ കാലത്ത് ഡ്രസ്സിൽ അങ്ങനെ നൂല് വരും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ തുണികളൊക്കെ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ തുണി കുറച്ച് കൂട്ടി എടുക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ തുണിയിൽ 1 ഇഞ്ചിൻ്റെ 1/2 ഇഞ്ച് വരെയുള്ള അളവിലൊക്കെ കൂട്ടിയെടുക്കണം. എന്നിട്ട് ആ പോക്കറ്റിനെ ഇങ്ങനെ ഉള്ളിലേക്ക് ബാക്ക് വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് അപ്പം ഇങ്ങനെ വരും. പോക്കറ്റ് അവിടെ ആയി. ഇനി പോക്കറ്റ് അവിടെ ഫിക്സായി നിൽക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. ഈ താഴെ ഭാഗത്ത് ഇങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള വെച്ച ആ കഷ്ണം തുണി അവിടെ ഉറച്ച് നിന്ന് അവിടെ സ്റ്റിച്ചായി ആ തുണിയും മെയിൻ പാർട്ടുമായിട്ട് സ്റ്റിച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഈ മേലെയും ഈ സൈഡിൽ താഴെയും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. അപ്പം എന്തായി, പാൻറ്റിൻ്റെ ഫ്രണ്ട് വശമാണ് ഇപ്പോൾ ഫിക്സായി, അതവിടെ റെഡിയായി, പോക്കറ്റ് റെഡിയായി. പക്ഷെ ഫ്രണ്ട് വശം മാത്രമാണ്, ബാക്ക് വശം ഇനി ഇതിനോട് ചേർത്ത് തയ്ച്ചു കൊടുക്കണം. ആ പോക്കറ്റ് ഇപ്പോൾ റെഡിയായി. അതിലേക്ക് നമ്മൾ പെൻസിലോ മൊബൈലോ എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പോൾ നമ്മൾ ഇത്രത്തോളം ഇത് ഇപ്പോൾ ഒരു വശത്ത് മാത്രമാണ് ഞാൻ പോക്കറ്റ് ചെയ്തത്. ഇതേപോലെ മറ്റേ വശത്തും ചെയ്യുക. ജീൻസിലൊക്കെ ജഗിലിനാണ് ഇങ്ങനത്തെ പോക്കറ്റ് അധികം കാണാറുള്ളത്. ഇതിപ്പോൾ ബാക്ക് വശം ഇതിനോട് ചേർത്ത് താഴെ വരെ അങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ നൂല് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരു വശത്തെ പോക്കറ്റ് കൊടുത്തിട്ടുള്ളൂ, മറ്റേ വശത്ത് പോക്കറ്റ് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാം. ഇതേപോലെ നമുക്ക് സ്കേർട്ടിലൊക്കെ ചെയ്യാം കേട്ടോ പോക്കറ്റ്. അപ്പോൾ അതെ, ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആർക്കും ഡൗട്ട് വേണ്ട. ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തയ്യൽ തുമ്പ് ഞാൻ കുറച്ച് അധികം എടുത്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കഴിഞ്ഞ ശേഷം മറ്റേ 2 അറ്റങ്ങളും ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടേക്ക് മടക്കി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, നല്ല പതിഞ്ഞ് വൃത്തിയിൽ നിൽക്കും. എല്ലാ വശവും തയ്യൽ തുമ്പ് അങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോയാൽ ഡ്രസ്സ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഇനി ഇതിന് നമുക്ക് എന്താക്കണം, എലാസ്റ്റിക് കൊടുക്കണം. എലാസ്റ്റിക് കൊടുക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതൊക്കെ നമ്മുടെ മുന്നേ 2-3 പാൻറ്റിൻ്റെ വീഡിയോ ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടവർക്കൊക്കെ അത് മനസ്സിലാവും. അല്ലാത്തവരതൊന്ന് പോയിട്ട് നമ്മുടെ ചാനലുണ്ട്, അത് പോയിട്ടൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അതേ പാൻറ്റിൻ്റെ എലാസ്റ്റിക് ഇതിൻ്റെ ചീത്ത വശമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കണ്ടില്ലേ, തയ്യൽ തുമ്പൊക്കെ നല്ല വൃത്തിയിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ അലക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ തുണികളൊക്കെ അലക്കുമ്പോൾ പിന്നെ നൂല് പുറത്തേക്ക് വരും. പിന്നെ ഡ്രസ്സ് വാഷിംഗ് മെഷീനിലുള്ള മറ്റ് ഡ്രസ്സിൻ്റെ കൂടെ കൊളുത്തി വലിഞ്ഞാകെ നാശമാകും. അതിനൊന്നും ഇട കൊടുക്കണ്ട, ഇങ്ങനെ വൃത്തിയിൽ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അലക്കി ചീത്ത വശം പുറത്തേക്ക് ആക്കിയിട്ട് അലക്കി ചിക്കിയാലൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയായിരിക്കും. അപ്പോൾ അത് എലാസ്റ്റിക്കൊക്കെ ഇട്ട് പാൻറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വൃത്തിയിലുള്ള പാൻറ്റാണ്. കോട്ടൺ തുണിയിൽ ചെയ്താൽ കുറേയും കൂടി വൃത്തി ഉണ്ടാവും. ഞാൻ മെയിനായിട്ട് എനിക്കൊരു മൊബൈലാണ് പോക്കറ്റിൽ ഇടാനുണ്ടാകുക. അപ്പം മൊബൈലിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ഞാൻ 14 ഇഞ്ച് നീളവും 8 ഇഞ്ച് വീതിയൊക്കെ എടുത്തിട്ടുള്ളത്. അതൊന്നും അത്ര വലിയ ഫോണൊന്നും അല്ല, അത്ര ഫോൺ ഇടുന്ന ആവശ്യമൊന്നും ഇല്ലാതെ വെറുതെ ഒരു ടീഷ ഷേപ്പ് മാത്രമാണെങ്കിൽ ഇത്ര നീളത്തിലുള്ള തുണി എടുക്കണം എന്നില്ല കേട്ടോ. ചെറിയ തുണി എടുത്താൽ മതി. ആ 14 ഇഞ്ചിന് പകരം ഒരു 8 ഇഞ്ചോ ഒക്കെ എടുത്തിട്ട് മതി. ചില റെഡിമെയ്ഡ് പാൻറ്റിൽ ഇത്ര ആഴം ഉണ്ടാവില്ല പോക്കറ്റിന്. പാൻറ്റിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കാൻ ഞാൻ ഇപ്പോൾ ഈ ഒരു 2 ഇഞ്ച് വീതിയിൽ മാത്രമേ മടക്കി അടിച്ചിട്ടുള്ളൂ. അതിനേക്കാൾ കൂടുതൽ വീതിയിൽ മടക്കി അടിക്കണമെങ്കിൽ പീസ് കൊടുത്തിട്ട് മറിച്ചടിച്ചു കൊടുത്താൽ മതി. ചിലർക്ക് 5 ഇഞ്ച് വീതിയിലൊക്കെ വേണ്ടി വരും ആ താഴെ ഭാഗം. അങ്ങനെയുള്ളവർക്ക് അത്ര വീതിക്ക് തുണി എടുത്തിട്ട് നല്ല വശത്ത് വെച്ച് ചീത്ത വശത്തേക്ക് മറിച്ച് പതിച്ചടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ കണ്ടിട്ട് ചെയ്താൽ മാത്രം മതി. കോട്ടണിലാണെങ്കിലും പിന്നെ ഏത് മെറ്റീരിയലും നമുക്ക് ഇതേപോലെ പോക്കറ്റ് ചെയ്യാം. പക്ഷെ ഫിനിഷിങ് ഉണ്ടാകും. കുറച്ച് സ്റ്റിഫ്നെസ്, കോട്ടണൊക്കെ ആകുമ്പോൾ കുറച്ചൊരു സ്റ്റിഫായിട്ട് നിൽക്കുമല്ലോ. അങ്ങനത്തെ പാൻറ്റ് അങ്ങനത്തെ തുണിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഇതിപ്പം പിന്നെ ഒരു എന്താ പറയുക, നമ്മൾ റെഡിമെയ്ഡ് മെറ്റീരിയലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ക്ലോത്ത് തന്നെയാണ് പാൻറ്റിൻ്റെ അത്. അപ്പം പോക്കറ്റ് വേറൊരു മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. എളുപ്പം ഏതായാലും നിങ്ങൾക്കത് സ്വീകരിക്കാം. നമ്മളെ വാട്സപ്പിൻ്റെ പുതിയ ബാച്ച് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ കുട്ടികളും നല്ല സന്തോഷത്തിലായിരിക്കും, അമ്മമാരൊക്കെ നല്ല സന്തോഷത്തിലായിരിക്കും. അപ്പോൾ
പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്കും പുതിയ അധ്യയന വർഷമായിട്ട് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. പിന്നെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ ക്രോച്ച് ഏരിയൊക്കെ ചിലവർക്ക് നല്ല വണ്ണുള്ളവർക്കൊക്കെ ക്രോച്ച് ഏരിയ നമ്മൾ ഇതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാം. ഉണ്ടല്ലേ, ഈ റെഡിമെയ്ഡിന് ഏറ്റവും വലിയ പ്രശ്നം ക്രോച്ച് ലെങ്ത് കുറയുന്ന ഒരു പ്രശ്നമാണ്, പലരും പറയാറുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ലൊരു അധ്യയന വർഷവും ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും.